അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ കുടുംബസമേതം സ്വർഗത്തിലൊരുമിക്കാൻ നമ്മുടെ ഈ സംഗമം, ഈ കൂട്ടായ്മ കാരണമാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക എന്ന പുണ്യകർമ്മം നടക്കുന്ന ഈ കോളേജിന് കീഴിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ ആത്മീയവും ഭൗതികവുമായ അറിവ് വിപുലമാകാൻ, പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സഹകരിച്ച എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ജൂൺ 19 വായനാ ദിനം എന്ന പേരിൽ ഒരു ദിനം തന്നെ ആചരിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ച് വായന അവൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ സൂക്തം ഇറക്കിയത്, ഖുർആൻ ഇറക്കിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, നബിയെ നിങ്ങൾ വായിക്കുക. വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ദുന്യവിയും ഉഖ്റയുമായ എല്ലാ സംഗതികളും നിയന്ത്രിക്കുന്ന നമ്മുടെ അഭയകേന്ദ്രമായ വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് തന്നെ നമ്മളോട് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രസക്തി നാം വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാത്ത ഒരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയകൾ വല്ലാതെ വർദ്ധിച്ചു പോയി. എല്ലാവരും കാണാനും കേൾക്കാനും മാത്രം ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മൊബൈൽ റേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറും കോളിങ്ങിനുള്ള റേഞ്ച് ഉണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. മറിച്ച് 5Gയും 4G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ഓണാക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിക്കൊണ്ട് നമുക്കത് കാണാനും കേൾക്കാനും പറ്റുന്ന വിധത്തിൽ റേഞ്ച് ഉണ്ടോ എന്നതാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ വായിക്കാൻ നമുക്കാവില്ല, കാണണം, കേൾക്കണം, റിസ്ക് എടുക്കാതെ വിഷയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വായന വളരെയേറെ പ്രാമുഖ്യമുള്ളൊരു സംഗതിയായി നാം കാണണം. ശുദ്ധമായ ലൈബ്രറിയുടെ ഉദ്ഘാടന വേളയിൽ എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ലവണ്ണം വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളർന്ന് വിളയും, വായിച്ചില്ലെങ്കിൽ വളർന്ന് വളയും എന്നുള്ള സംഗതി നാം മനസ്സിലാക്കണം. വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള അറിവുകൾ കേട്ട് കണ്ട് നാം നേടുന്ന അറിവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് എന്നും കൊത്തിവെക്കപ്പെട്ട് ബാക്കിയുണ്ടാവും. കേൾവി ഒരു ചെവിയിലൂടെ കേട്ട്, എത്ര നല്ല സംഗതിയാണെങ്കിലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ നമ്മളത് വിട്ടേക്കാം. കാഴ്ച നമ്മുടെ കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഉഷാറായി കണ്ട് മറ്റൊരു കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണ് നീങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് മറഞ്ഞു പോയേക്കാം. എന്നാൽ നാം വായിച്ചെടുത്തത് അങ്ങനെയല്ല. ആ വായിച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ അത് കൊത്തിവെക്കപ്പെടും. എന്നൊന്നും നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. വായിക്കാൻ ശ്രമിക്കുന്ന, വായിച്ച് വളരാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ലതേ വായിക്കാവൂ. നല്ലത് വായിച്ചില്ല എങ്കിൽ, നമുക്ക് ഉപകാരമുള്ള സംഗതികൾ നമ്മൾ വായിച്ചില്ല എങ്കിൽ, എന്തും വായിക്കാമെന്നുള്ള നിലപാടാണെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. കാരണം നല്ല വായന നല്ല മനുഷ്യനെ സൃഷ്ടിക്കും. എന്തും വായിക്കാമെന്നുള്ള ധാർഷ്ട്യം, എന്തും വായിക്കണം എന്നുള്ള ആ ഒരു അഹംഭാവം, അത് നമ്മെ പുത്തനാശയങ്ങളിലേക്കും നിരീശ്വരവാദങ്ങളിലേക്കും എത്തിക്കാൻ കാരണമായി തീരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു,
അള്ളാഹുവേ, ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നുവെന്ന്. അപ്പോൾ ഉപകാരമില്ലാത്ത അറിവുകൾ എന്തും വായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ച് ഉപകാരപ്രദമല്ലാത്ത അറിവുകൾ നമ്മൾ വായിച്ചാൽ അത് നമുക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമായി തീരുമെന്നുള്ള പ്രത്യേകമായ സംഗതി എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. വായിച്ച് 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 ഉന്നതങ്ങളിലെത്താൻ, വളരാൻ വേണ്ടി ശ്രദ്ധിക്കുക. വായന ഇല്ലാതെയുള്ള വളർച്ച അത് നമ്മളെ പല സംഗതികളിലും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വക്കിലെത്തിക്കുമെന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഘടകം എല്ലാവരും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ, നബിയെ നിങ്ങൾ വായിക്കുക എന്നുള്ള പുണ്യമായ വിശുദ്ധമായ സൂക്തത്തിൻ്റെ ആ വാക്യത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്കെല്ലാവർക്കും വായിക്കാനും വായിച്ച് വളരാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വിശുദ്ധമായ ലൈബ്രറിയുടെ ഉദ്ഘാടന വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.